30 minus elimination is equal to 27. 20 കുസൃതി കുടുക്കകളും 10 താര അമ്മമാരും ഒന്നിച്ച് നടത്തിയ ഈ ദൃശ്യയാത്രയിൽ നിന്ന് 3 പേർ വഴിപിരിയുന്നു. ഏതൊരു ഷോയിലും നമ്മൾ ആരും സ്ഥിരമല്ല. കരിമഷി കണ്ണുകളും നിറഞ്ഞു തുളുമ്പി, ഒരുമിച്ച് കളിച്ചും ചിരിച്ചും മുന്നിച്ചുറങ്ങിയും ഒരുമിച്ചുണ്ടും കലവറ നിറയെ കലപില നിറച്ച 3 പേർ വിട പറയുമ്പോൾ കുട്ടിക്കലവറയിലെ കരിമഷി കണ്ണുകളും നിറഞ്ഞു തുളുമ്പി. കുട്ടിക്കലവറയിലെ രസക്കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് എന്നും രസക്കാഴ്ചകൾ മാത്രം സമ്മാനിച്ച കുട്ടിക്കലവറ ഇന്ന് ഈ വേദിയിൽ ചെറിയൊരു സങ്കടത്തിൻ്റെ നിമിഷങ്ങളാണ് ഇനി നൽകാൻ പോകുന്നത്. എനിക്കും വളരെയധികം വിഷമമുണ്ട് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാനായിട്ട്. മത്സരം കടുത്തു വരുമ്പോൾ പ്രേക്ഷകർക്കറിയാം വിജയികളെ തിരഞ്ഞെടുക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ഇവിടെ ഇന്നൊരാൾ എലിമിനേറ്റ് ആവുകയാണ്. ഒരു ടീം, ഒരു മെൻറ്ററും 2 കുട്ടികളും. വളരെയധികം വിഷമമുണ്ട്, വേദനയുണ്ട് ആ ടീമിനെ വേദിയിലേക്ക് ക്ഷണിക്കാനായിട്ട്. അതിനു മുന്നേ എനിക്ക് അജയേട്ടനോട് ഇതിനെപ്പറ്റി 2 വാക്ക് ചോദിക്കാനുണ്ട്. അജയേട്ടാ, അല്ല, ഇതറിഞ്ഞപ്പോൾ എനിക്കും ഷോക്കായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വേദിയിൽ നമ്മൾ സത്യത്തിൽ ഇങ്ങനെ ഒരു പേരെ കേട്ടിട്ടുമില്ല, നമ്മളാരും പ്രതീക്ഷിക്കുന്നുമില്ല, എലിമിനേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ളൊരു കാര്യമില്ല. കാരണം പലപ്പോഴും പല റിയാലിറ്റി ഷോയിലും ജഡ്ജായിട്ടും ഗസ്റ്റായിട്ടും ഒക്കെ പോകുന്ന സമയത്ത് ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരു ടെൻഷനായിരുന്നു. എന്നോട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് ചോദിച്ചപ്പോഴും ഞാൻ ആദ്യം ചോദിച്ചു, ഇത് റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ മത്സരമല്ല. അപ്പോൾ ഞാൻ രണ്ടാമത് ചോദിച്ചത് എലിമിനേഷൻ ഉണ്ടോയെന്ന്. അന്നേരം എലിമിനേഷൻ ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിപ്പോൾ പുതിയതായിട്ട് ആദ്യമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആളുകളാണല്ലോ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും പറയാനില്ല. പക്ഷെ എന്തായാലും പോകുന്നവർക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഒരുപക്ഷെ ഇതൊരു കുട്ടിക്കലവറ എന്ന് പറയുമ്പോൾ കുക്കറിയുടെ മാത്രം ഷോ ആണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല. ഓവറോൾ അവരുടെ പെർഫോമൻസ് നോക്കിയിട്ടാണ്. പെർഫോമൻസും അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ, അതെ, അവർ ഷോയ്ക്ക് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കോൺട്രിബ്യൂഷൻ, അതും വളരെ ആവശ്യമായൊരു കാര്യം തന്നെയാണ്. ഓവറോൾ നോക്കിയിട്ട് നമ്മളിവിടെ എലിമിനേറ്റ് ആയിരിക്കുന്നത് പേര് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിനു മുന്നേ എനിക്ക് നമ്മളുടെ കുട്ടിക്കലവറയുടെ കുട്ടികളുടെ പാരൻസിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ എലിമിനേഷനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇവാൻസലിൻ്റെ മമ്മിക്കൊരു മൈക്ക് കൊടുക്കൂ പ്ലീസ്. എലിമിനേഷൻ നമ്മൾ പെട്ടെന്നാണല്ലോ ഇത് പറയുന്നത്. എന്ത് കാര്യവും പെട്ടെന്ന് പറയുമ്പോൾ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതെപ്പോഴും ഒന്ന് ഹിൻഡ് ചെയ്തിട്ട് ചെയ്യുമായിരുന്നെങ്കിൽ എല്ലാവർക്കും അത് നല്ലതാണ്. കുട്ടികളെ ഏത് കാര്യമാണെങ്കിലും പെട്ടെന്ന് മുറിപ്പെടുത്തുന്ന കാര്യം അവർ ലൈഫ് ലോങ് അവരുടെ ഹാർട്ടിൽ ഉണ്ടായിരിക്കും. അത് ആർക്കും തുടച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ ഓരോരുത്തർ റൂൾസ് എന്താണെന്ന് എനിക്കറിയില്ല, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക, അതിനോട് സഹകരിക്കുക, അത്രയേ ഉള്ളൂ. താങ്ക് യു. ജിയോൻ്റെ അമ്മ. അത് എല്ലാവരും ടെൻഷൻ ഉണ്ടാവും, പ്രത്യേകിച്ച് പിള്ളേർക്കും. പിന്നെ പിള്ളേരെ സന്തോഷത്തോടെ പറഞ്ഞു വിടുക എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. കൃഷ്ണദേവിൻ്റെ എലിമിനേഷൻ കേൾക്കുമ്പോൾ ഇപ്പം വിഷമമുണ്ട്, കേൾക്കുമ്പോൾ കുട്ടികൾക്കും വിഷമമുണ്ടാവും, പേരൻസിനും വിഷമമുണ്ടാവും. പിന്നെ ഇവിടെ ഫ്ലവേഴ്സ് തീരുമാനിക്കണം എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന എലിമിനേഷൻ എന്ന് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു സങ്കടം വന്നു. പക്ഷേ അൽസാബിദിൻ്റെ അമ്മ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഓരോ ഷോ തുടങ്ങുമ്പോൾ നമുക്കറിയാം എപ്പോഴായാലും ഇതിന് എൻഡിങ് ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് എലിമിനേഷൻ എന്ന ആദ്യത്തെ റൗണ്ട് മുതൽ തന്നെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഏതൊരു ഷോയിലും നമ്മൾ ആരും സ്ഥിരമല്ല. ഇത്രയും നല്ലൊരു ഫ്ലോർ അവർക്ക് കിട്ടിയത് തന്നെ ഏറ്റവും വലിയ മഹാഭാഗ്യമായി തന്നെ ഞാൻ കരുതുകയാണ്. തീർച്ചയായും. അപ്പോൾ ഇന്ന് ഇവിടെ എലിമിനേറ്റായ മെൻറ്ററിനെയും 2 കുട്ടികളെയും അജയേട്ടൻ്റെയും നമ്മുടെ പ്രേക്ഷകരുടെയും വളരെ വേദനയോടുകൂടി തന്നെ അജയേട്ടൻ്റെ സമ്മതത്തോടു കൂടി തന്നെ ഇന്ന് എലിമിനേറ്റായ മെൻറ്ററെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം സൈന.
ടിഷ്യൂ തരൂ. വളരെ വേദനയോടുകൂടി തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സയന, പ്ലീസ് വെൽക്കം. എന്നും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഈ വേദിയിൽ എനിക്ക് സംസാരിക്കാൻ വളരെയധികം സങ്കടമുണ്ട്. ഞാൻ ഇപ്പോഴും കൂടെ ഓടിപ്പോയി ചോദിച്ചിട്ട് വന്നു, ഈ ഒരു എലിമിനേഷൻ ഒഴിവാക്കാൻ സാധിക്കുമെന്ന്. പക്ഷേ എനിക്ക് സന്തോഷമുള്ളൊരു മറുപടി അല്ല കിട്ടിയത്. സംസാരിക്കാൻ തന്നെ എനിക്ക് വിഷമമുണ്ട്. കുട്ടിക്കലവറ എന്ന് പറയുമ്പോൾ സന്തോഷവും കളിയും ചിരിയും തമാശകളും. തീർച്ചയായിട്ടും ഈ ഫ്ലോർ മറക്കാൻ പറ്റില്ല. കരയേണ്ട പറഞ്ഞു. കുട്ടിക്കലവറയിൽ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ തന്നെ ഇവിടെ ഫ്ലവേഴ്സ് ബഡീസ് ഫോം ചെയ്തു. എന്നും ഫ്ലവേഴ്സ് ബഡീസിലെ ഒരു ബഡി തന്നെ ആയിരിക്കും സയന. എനിക്ക് സങ്കടം കൊണ്ടൊന്നും പറയാനില്ല. വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഇന്ന് ഈ ഫ്ലോറിൽ ഞാൻ നിൽക്കുന്നത്. ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു അവസരത്തിൽ, ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കേണ്ടി വരും, കുട്ടിക്കലവരുടെ വേദിയിൽ നിൽക്കേണ്ടി വരും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ ഒരു എലിമിനേഷൻ, ഒരു വിജയം മാത്രമേ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കൂ. സയനയ്ക്കറിയാം താങ്ക് യു സോ മച്ച്. അയ്യോ, എനിക്ക് താങ്ക്സ് ഒക്കെ പറയണമെന്നുണ്ട്, ഇന്ന് വയ്യ. ഈ ഒരു ദിവസം ഈ ഫ്ലോറിലേക്ക് എന്നെ വിളിച്ചാൽ മതി, അന്ന് വന്ന് ഞാൻ എല്ലാവർക്കും ഉള്ള താങ്ക്സ് പറഞ്ഞോളാം. എനിക്ക് ഏറ്റവും സങ്കടം എലിമിനേഷൻ എന്ന് പറഞ്ഞ് എൻ്റെ പേര് പറയല്ലേ ദൈവമേ എന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു. ഇത് ഫസ്റ്റ് ഞാൻ വരുമ്പോൾ ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറയുമ്പോൾ എലിമിനേഷൻ എന്ന് പറഞ്ഞൊരു പോർഷൻ ഇതിൽ പറഞ്ഞിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് കേട്ട് കഴിയുമ്പോൾ എനിക്കറിയില്ല, ഒരു ഷോക്ക് ആണ്. സങ്കടപ്പെടണോ എനിക്കറിയില്ല. കുട്ടിക്കലവറയിൽ വന്ന് ഫ്ലോറിൽ നിന്നിട്ട് തന്നെ എനിക്ക് ഒരുപാട് പുതിയ പ്രോജക്ട്സ് കിട്ടി. 2 ഫിലിം പിന്നെയും ഞാൻ കമ്മിറ്റ് ചെയ്തു. ചെറിയ സ്ക്രീനിൽ നിന്ന് വലിയ സ്ക്രീനിലേക്ക് സയന പറന്നു വരാൻ പോവുകയാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും സയനയ്ക്ക്. താങ്ക് യു സോ മച്ച്. ഇവിടുന്ന് യാത്രയാകുന്ന ഓരോ മെമ്പേഴ്സിനും ഞങ്ങൾ കണ്ണീരോടെ വിട പറയാതെ സന്തോഷത്തോടു കൂടി വിട പറയാൻ ഞങ്ങൾ ഇന്നിവിടെ നിങ്ങൾക്കായിട്ട് ഒരു സർപ്രൈസ് കാത്തു വെച്ചിട്ടുണ്ട്. എന്നും കുട്ടിക്കലവറ സർപ്രൈസിൻ്റെ വേദിയാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്. സർപ്രൈസ് എന്താണെന്ന് നിങ്ങൾക്ക് കാണുന്നതിന് മുന്നേ സയനയുടെ കുട്ടികളെയും കൂടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വരൂ. എന്നെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് സാരമില്ല, വാ. സയന യാത്രയാവുകയാണ്. സയനയോടൊപ്പം നമ്മുടെ കുട്ടി പ്രിയ താരങ്ങളും. ഇവിടെ വന്നപ്പോൾ ആരും ലോകം അറിയാതിരുന്ന 2 കുരുന്നുകളുടെ പ്രതിഭ കുട്ടിക്കലവറയിൽ ഈ വേദിയിൽ നിങ്ങൾക്ക് കാണാൻ അവസരം കിട്ടി. അവരും സന്തോഷത്തിലാണ്. പക്ഷേ ഈ വേദിയിൽ നിന്ന് വിട്ടു പോകുമ്പോൾ ഇവർക്ക് നഷ്ടമാകുന്ന കൂട്ടുകാരും ഇവിടുത്തെ സന്തോഷങ്ങളും ഞങ്ങളുടെയും വിഷമമാണ്, വേദനയാണ്. സന്തോഷത്തോടുകൂടെ ഇവരെ യാത്രയാക്കാനുള്ള സമയമാണ്. പ്ലീസ്, ഇവരുടെ സമ്മാനം പ്ലീസ്. ഫ്രണ്ടിൽ
ബർത്ത്ഡേ സൈന. ഇന്ന് നമ്മളുടെ സ്വന്തം കൂട്ടുകാരി സൈനയുടെ പിറന്നാളാണ്. സൈന, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതിപ്പോ പ്രേമിയും പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല, ഇവിടെ എലിമിനേഷൻ ഇല്ല. എനിക്ക് അപ്പഴേ ഡ്രാമ ആയിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് സത്യം. നിങ്ങള് ഇത്രയും എന്താണെങ്കിലും വേണ്ടായിരുന്നു. ഒരു ഷോയിൽ എല്ലാവരും കൂടെ കൂടി വരുമ്പോൾ ഒരുപാട് വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവുകയും അതിൽ നിന്ന് ആരെങ്കിലൊക്കെ പോകുന്നു തോന്നുമ്പോഴുള്ളൊരു വിഷമമാണ്. പക്ഷെ എന്തായാലും ആ സന്തോഷം ഇപ്പൊ അതൊരു വല്ലാത്ത വിഷമമാണ് ചേട്ടാ. ഒരു സെക്കൻഡേ ഉള്ളെങ്കിലും ചിലപ്പോ ഇവിടുന്ന് അങ്ങോട്ട് മാറിയിട്ടൊന്ന് കരയണോ. സത്യം ദൈവത്തിനാണ്. ആ ഒരു സെക്കൻഡ് ഇവിടെ നിന്നപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരോടും ദേഷ്യം തോന്നി. എന്നെ വിട്ടിട്ട് നീയൊക്കെ ഇവിടെ അടിച്ചു പൊളിക്കുമല്ലേ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയത് എന്നോടായിരിക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, സൈനോട് ചോദിക്കട്ടെ, ഇതുപോലൊരു സമ്മാനം ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതുവരെ കിട്ടി ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടോ? ആരും കരയിപ്പിച്ചിട്ടില്ല. അല്ല, അതായത് വലിയ സങ്കടം വലിയ സന്തോഷത്തിന് വഴി മാറുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അയ്യോ സത്യം, ഒരു സെക്കൻഡ് എൻ്റെ തൊണ്ടയൊക്കെ ഡ്രൈ ആയി. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചാവട്ടെന്ന്, ദൈവമേ എൻ്റെ പേര് പറയരുത്, പ്രേമിയുടെ വായിൽ എൻ്റെ പേര് പറയാൻ തോന്നരുതേന്ന്. അവളത് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്ന ഒരൊറ്റ അടിക്ക്. കുട്ടിക്കലവറയിൽ ഇനി നമുക്ക് കലവറ വിശേഷങ്ങളിലേക്ക് പോകാനുള്ള സമയമായി. ഇനി നമുക്ക് കലവറ കണ്ട് തിരിച്ചു വരാം. ഞങ്ങളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാൻ കേക്ക് ഒക്കെയാണ്. നമ്മളിപ്പം ക്രിസ്മസ് ഒക്കെ അടുത്ത് വന്നില്ലേ, അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കിയില്ലെന്താ? ഇന്നുണ്ടാക്കാൻ പോകുന്ന ഡിഷിന്റെ പേര് ബനാന പാൻ കേക്ക് ആണ്. എല്ലാവർക്കും കേക്ക് ഇഷ്ടമല്ലേ? എനിക്കും അതുപോലെ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഈ ക്രിസ്മസിന് ഞങ്ങൾ ഒരു അടിപൊളി പാൻ കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ചേരുവകൾ: ഏത്തപ്പഴം, ബേക്കിംഗ് പൗഡർ, മൈദ, മുട്ട, പാൽ, നെയ്യ്, പഞ്ചസാര. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബനാന പാൻ കേക്കാണ്. അതിന് എന്തൊക്കെ വേണമെന്ന് അറിയാമോ? മൈദ പൗഡർ വേണം. എനിക്കറിയില്ല. ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ബനാന പാൻ കേക്കാണ്. അപ്പോൾ ഇതിന് മൈദയുണ്ട്, ഷുഗർ ഉണ്ട്, ബേക്കിംഗ് പൗഡർ ഉണ്ട്, പഞ്ചസാര, പാല്, ഉപ്പ്, വെജിറ്റബിൾ ഓയിൽ ഉണ്ട്, പിന്നെ ഷുഗറും ഉണ്ട്. പുതിയൊരു ഐറ്റം കൂടെ പഠിക്കാൻ കിട്ടി, ബനാന പാൻ കേക്ക്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഡിഷാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, ബനാന പാൻ കേക്ക്. അപ്പോൾ എന്തായാലും ഇവൻ അത് മൊത്തം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ വീട്ടിൽ ബനാന പാൻ കേക്ക് ഉണ്ടാക്കാറില്ല, പക്ഷെ ബനാന തിന്നാറുണ്ട്. ബനാന പുഴുങ്ങിയിട്ടും തിന്നാറുണ്ട്, ബനാന പുട്ടിന് കൂട്ടി പുഴുങ്ങിയിട്ടും തിന്നാറുണ്ട്. ഇളക്കി കഴിഞ്ഞ് നമുക്കിനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിക്കാം.
കളയുകയാണ്. പഴമൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനിയും കുറച്ച് പാലും കൂടി ഒഴിച്ചാൽ മതി. ദോശയല്ലേ ഇത് കേട്ടാ, കേക്കാണ് വെറും, അതിന് കൊല്ലല്ലേ. ഷോ ഷേപ്പിലായിട്ടില്ല, സ്ക്വയർ ആയിട്ടുള്ളൂ. വേറെ കുഴപ്പമില്ല. ഞങ്ങളുടെ പാൻ കേക്ക് റെഡിയായി. ഇത് ഇച്ചിരി ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. അല്ല, നമുക്കൊരു 2 ഉണ്ടാക്കണമായിരുന്നു. ഇത് എടുത്തു കഴിഞ്ഞുണ്ടാക്കാം. അങ്ങനെ ഞങ്ങളുടെ പാൻ കേക്ക് റെഡിയായി. ഇന്നുണ്ടാക്കിയ ബനാന പാൻകേക്ക് ഞങ്ങൾ റെഡി ആയിട്ടുണ്ടാക്കണ്ടോ. ചേട്ടൻ ഉണ്ടാക്കിയത് കരിഞ്ഞു പോയിട്ടുണ്ടോ? തേരടി വീതിയിൽ ദേവത വന്നാ തിരുവിഴാന്ന് തെരിഞ്ഞുക്കോ. ടീക്കട മറവിൽ ദമ്മ് അടിച്ചാ തെരിഞ്ഞവരന്ന് തെരിഞ്ഞുക്കോ. ஐயனரத்தான் ஆடு கும்பிட்டால் செய்வாயிட்டார் தெரிஞ்சுக்கோ. ஐயரு பொண்ணா நீ வாங்க வந்தால் லவ் மேரேஜ்னு தெரிஞ்சுக்கோ. என்னமோ சொல்றே தெரிஞ்சுக்கோ, தட்சணை கொடுத்து தெரிஞ்சுக்கோ. வாடா மச்சா வயசுக்கு வந்துட்டேன், மீச முளைச்சு முன்னுக்கு வந்துட்டேன். താങ്ക് യു. എൻ്റെ പേര് ബേസിൽ തോമസ്. ഇത് കുറെ ഉണ്ണിയപ്പങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉണ്ണികളുടെ പാൻ കേക്ക്, ഉണ്ണി പാൻ കേക്ക്. നീ നമുക്ക് ഉപ്പാണ് ചേർത്തെ? അയ്യോ, കലാകാരന്മാരാണത്. അല്ല, ഇത് ആരുടെ മോശമാണ്? ഇത്ര കട്ടിക്ക് സ്നേഹിക്കരുത് മനെ. 100-ൽ 99% നിങ്ങളുടെ ടേസ്റ്റ് ഒന്നാണ്. വളരെ സ്ലൈറ്റ് നിങ്ങളുടെ ലേശം ഉപ്പ് കൂടുതലുണ്ടായിരുന്നു, ഇവരുടെ ലേശം മധുരം കുറവുണ്ടായിരുന്നു എന്നുള്ള ഒഴിച്ച് ബാക്കി ഈ ബനാന പാൻ കേക്കിൻ്റെ ആ ടേസ്റ്റ് വളരെ സേഫാണ്. പിന്നെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തത്, നന്നായിട്ട് കുക്ക് ചെയ്തത് എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ ടീമിൻ്റെ ഡിഷാണ്.
കുറുമ്പിന്റെ പട്ടം പൊട്ടിയ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. കുസൃതികൾ കൊണ്ട് നിങ്ങളെ കുടുകുടെ ചിരിപ്പിക്കുന്ന ഈ വികൃതി കുരുന്നുകൾ ഷൂട്ടിങ്ങിനിടയിൽ ഒപ്പിക്കുന്ന കുരുത്തക്കേടുകൾ ചില്ലറയല്ല. പ്രേമമെന്നാൽ എന്താണു പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. പ്രേമമെന്നാൽ എന്താണു പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. കൂടുതൽ കുസൃതികളും കുറുമ്പുകളുമായി നമ്മുടെ കുട്ടിത്താരങ്ങൾ നാളെയും എത്തുന്നതാണ്. പ്രേമി ആണോ? കയ്യിലിരിക്കുന്നതാണെന്നല്ല ഇയാൾ ഒറിജിനലാണോ? ഞാൻ എന്റെ അമ്മമ്മയോട് ചോദിച്ചു.